വെൽക്കം ടു നാറ്റമി. എല്ലാവർക്കും NIOS ഒക്ടോബർ ബാച്ചിന്റെ എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും NIOS ഒക്ടോബർ ബാച്ചിന്റെ എക്സാം ഓറിയന്റേഷന് വേണ്ടി പ്രിപ്പയർ ആയിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഈ എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പേനയും നോട്ടും കൂടെ ഉണ്ടാവുക. അതിൽ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ലൈവ് ക്ലാസ് സെക്ഷനിലെ SLC സോഷ്യൽ സയൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സിന്റെയും ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ് ഇവിടെ പറയുന്നത്. അതിൽ എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസുകൾ വരിക എന്നും അതിൽ ഏറ്റവും ഓരോ ചാപ്റ്റേഴ്സിലും എക്സാമിന് വരാവുന്ന നിങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസുകൾ വരിക എന്നുള്ളതൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളും അതിലെ ആൻസേഴ്സുകളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് NIOS SSLCയിലെ സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് പറയുന്നത്. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഏത് ചാപ്റ്റർ ആണ്? നമ്മളുടെ എക്സാമിന് വരുന്ന ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ 3 ആണ്. മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള മോഡേൺ വേൾഡ് 1 എന്ന് പറയുന്ന അധ്യായമാണ് നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ചാപ്റ്റർ 3 മോഡേൺ വേൾഡ് 1 എന്നുള്ള അധ്യായമാണ്. നമുക്കറിയാം, നമ്മളെ അതിപുരാതന കാലഘട്ടത്തിൽ നിന്നും നമ്മളുടെ മധ്യകാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി പിന്നെ മോഡേൺ വേൾഡിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ വ്യവസായ വിപ്ലവത്തെ കുറിച്ചും ഫ്യൂഡലിസത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായി പറയുന്ന ഒരു അധ്യായം കൂടിയാണ് മോഡേൺ വേൾഡ് 1 എന്ന് പറയുന്ന അധ്യായം. അപ്പോൾ ആ അധ്യായത്തിൽ നമുക്ക് എന്തെല്ലാം ക്വസ്റ്റ്യൻസുകളാണ് എക്സാമിന് വരാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഡിഫൈൻ ഫ്യൂഡലിസം. ഓക്കെ, ഡിഫൈൻ ഫ്യൂഡലിസം. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂഡലിസം സിസ്റ്റം. അല്ലെ, ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ സവിശേഷതകളെ കുറിച്ച് എഴുതുവാനും എന്താണ് ഫ്യൂഡലിസം എന്ന് ഡിഫൈൻ ചെയ്യാനുമുണ്ട്. ഓക്കെ, വിശദീകരിച്ച് എഴുതാനുണ്ട്. അപ്പൊ എന്താണ് ആദ്യമായി ഫ്യൂഡലിസം എന്ന് പറഞ്ഞാല്? ദ ലോർഡ് വുഡ് ഗീവ് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ സ്ലേവ്സ്. അല്ലെ, അതായത് അപ്പൊ എന്താണ് ഫ്യൂഡലിസം എന്ന് പറഞ്ഞാല്? ഫ്യൂഡലിസം എന്ന് പറഞ്ഞാല് നമ്മളുടെ അന്നത്തെ ആ കാലത്തുണ്ടായിരുന്ന ആളുകള്, നേതാക്കന്മാര്, രാജാവ് അടിമകൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ഇൻസ്റ്റീഡ് ദ സ്ലേവ് മസ്റ്റ് റീപേ ഹിസ് ലേബർ. അല്ലെ, അവന്റെ അദ്ദേഹം ജോലി ചെയ്യുന്ന അടിമകൾ ജോലി ചെയ്യുന്ന അതിന് പകരം എന്താക്കുക? നമ്മള് റീപേ ചെയ്യുക. അല്ലെ, ദിസ് സിസ്റ്റം ഈസ് കോൾഡ് ഫ്യൂഡലിസം. ഇതാണ് എന്ത് ഫ്യൂഡലിസം എന്ന് പറഞ്ഞാല്. അപ്പൊ ഒന്നുകൂടി നോക്കാം. ഡിഫൈൻ ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തെ ഡിഫൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? ദ ലോർഡ് വുഡ് ഗീവ് ലാൻഡ് ആൻഡ് പ്രൊട്ടക്ഷൻ. അല്ലെ, നമ്മളുടെ രാജാക്കന്മാര്, ഫ്യൂഡൽ രാജാക്കന്മാരെന്താകും? ഭൂമി നൽകും. പ്രൊട്ടക്ഷൻ ടു ദ സ്ലേവ്സ്. അടിമകളെ രക്ഷിക്കാൻ വേണ്ടി, അന്നുണ്ടായിരുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടി. ഇൻസ്റ്റീഡ് ദ സ്ലേവ് മസ്റ്റ് റീപേ ദ ലേബർ. അദ്ദേഹം ചെയ്യുന്ന ജോലിക്ക് ഇപ്പൊ ഒരു വ്യക്തിയുള്ള ഇടയാന്മാരുള്ള അടിമകളുള്ള സമുദായത്തില് അടിമകൾ ചെയ്യുന്ന ജോലിക്ക് എന്താകണം? ഇവര് റീപേ ചെയ്യുകയും വേണം എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഫ്യൂഡലിസം? ഡിഫൈൻ ദ ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തെ ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫ്യൂഡൽ സിസ്റ്റം. ഓക്കെ, ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ സവിശേഷതകളെ കുറിച്ച് എഴുതുവാനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഫ്യൂഡലിസം? ദ ലോർഡ് വുഡ് ഗീവ് ലാൻഡ് പ്രൊട്ടക്ഷൻ ടു ദ സ്ലേവ്സ്. അല്ലെ, പ്രഭു അടിയാന്മാർക്ക്, പ്രഭുക്കൾ ഉണ്ടായിരുന്ന ആളുകൾക്ക്, അവിടുത്തെ അടിമകൾക്ക് ഭൂമിയും സംരക്ഷണവും നൽകുകയും പകരം അടിയാൻ അവന്റെ ജോലിക്ക് അധ്വാനം തിരിച്ചു നൽകുകയും വേണം. അവൻ എന്ത് ജോലിയാണോ എടുക്കുന്നത് ആ ജോലിക്ക് കിട്ടുന്ന പൈസ എന്താകണം? ക്യാഷ് എന്താകണം? നമ്മളുടെ രാജാവിന് നൽകുക എന്നുള്ളതായിരുന്നു ഫ്യൂഡൽ സമ്പ്രദായത്തിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഈ സമ്പ്രദായത്തിനെയാണ് നമ്മൾ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, എ സ്ലേവ് മസ്റ്റ് വർക്ക് ആൻഡ് ഫൈറ്റ് ഫോർ ദ ഹിസ് മാസ്റ്റർ. അല്ലെ, ഹിസ് മാസ്റ്റർ, അതായത് അടിയാൻ തന്റെ പ്രഭുവിന് വേണ്ടി ജോലി ചെയ്യുകയും പോരാടുകയും വേണം. അല്ലെ, അതായത് അടിയാൻ, അവിടുത്തെ അടിമകള് തന്റെ പ്രഭുവിന് വേണ്ടി ജോലി ചെയ്യുകയും അവൻക്ക് വേണ്ടി, ആ പ്രഭുവിന് വേണ്ടി പോരാടുകയും വേണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ദ കിങ് വാസ് ദ മോസ്റ്റ് പവർഫുൾ ഫ്യൂഡൽ ലോഡ്. അല്ലെ, അവിടുത്തെ കിങ് ആയിരുന്നു എന്ത്? മോസ്റ്റ് പവർഫുൾ ലോഡ് ആയിരുന്നു. അല്ലെ, അതായത് രാജാവായിരുന്നു ഏറ്റവും ശക്തനായ ഫ്യൂഡൽ പ്രഭു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് അതിന്റെ ഫ്യൂഡലിസത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാല്. ഇനി രണ്ടാമതായിട്ട് വാട്ട് വേർ ദ മെയിൻ ഐഡിയാസ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വാട്ട് വേർ ദ മെയിൻ ഐഡിയാസ്. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വേർ ദ മെയിൻ ഐഡിയാസ് ഓഫ് റിനൈസൻസ്. അല്ലെ, നമ്മൾ നവോത്ഥാനത്തിന്റെ രണ്ട് ഐഡിയകൾ, ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? നവോത്ഥാനത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്. അപ്പൊ എന്തൊക്കെയാണ് നവോത്ഥാനത്തിന്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞാല്? അവൈക്കനിങ് ഓഫ് ഹ്യൂമാനിറ്റി. അല്ലെ, മനുഷ്യനെ എന്താക്കുക?
ബോധവാന്മാരാക്കുക, മാനവികതയുടെ ഉണർവ് എന്നുള്ളതായിരുന്നു. മാനവികതയുടെ ഉണർവ് എന്നുള്ളതായിരുന്നു ഒന്നാമത്തത്. ദെൻ രണ്ടാമതായിട്ട് റേഷണൽ തിങ്കിങ് ആൻഡ് ഇൻക്വയറി എന്നുള്ളതായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് മാനവികതയുടെ ഉണർവും അതുപോലെ തന്നെ റേഷൻ ആൻഡ് ഇൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ടുള്ള യുക്തിചിന്തയും അതുപോലെയുള്ള അന്വേഷണങ്ങളുമായിരുന്നു ഇവിടെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ടു എക്സ്റ്റോർഷൻസ് ബൈ മാർട്ടിൻ ലൂതർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ക്രിസ്ത്യൻ ചർച്ച്, അല്ലെ? എന്താണ് ക്രിസ്ത്യൻ ചർച്ചിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും കൂടുതൽ മാർട്ടിൻ ലൂതറിന്റെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഒന്നാമത്തെ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാല് മാർട്ടിൻ ലൂതർ ഒപ്പീനിയൻ വാസ് ദാറ്റ് ഇറ്റ് വാസ് റോങ് ടു ദ തിങ്കിങ് ദാറ്റ് സ്ലേവേഷൻ ഈസ് പോസിബിൾ ഓൺലി ത്രൂ അൺഷേക്കബിൾ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രിസ്റ്റ്, അല്ലെ? ഇവിടെ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ്. ഒന്നുകൂടി വായിക്കാം. വാട്ട് ടു എക്സ്റ്റോർഷൻസ് ബൈ മാർട്ടിൻ ലൂതർ ഇൻഫ്ലുവൻസ്ഡ് ദ ക്രിസ്ത്യൻ ചർച്ച് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ മാർട്ടിൻ ലൂതേഴ്സ് ഒപ്പീനിയൻ വാസ് ദാറ്റ് ഇറ്റ് വാസ് റോങ് ടു തിങ്ക് ദാറ്റ് സ്ലേവേഷൻ പോസിബിൾ ഓൺലി ത്രൂ അൺഷേക്കബിൾ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രിസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ബട്ട് ബ്ലൈൻഡ് ഫെയ്ത്ത് ഇൻ ദ ചർച്ച് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ആൻസറുകളാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഉള്ളത്. ദെൻ അതിന്റെ രണ്ടാമത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ദ ബൈബിൾ ഈസ് ദ ഓൺലി റിലീജിയസ് അതോറിറ്റി. ഓക്കെ, മതത്തിന്റെ ഏറ്റവും വലിയ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ബൈബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യനിൽ നെയിം ടു റെവല്യൂഷണറി കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. ശാസ്ത്രത്തിന്റെ മേഖലയിൽ വിപ്ലവം നൽകിയിട്ടുള്ള രണ്ട് സംഭാവനകൾ എന്തൊക്കെയാണ്? വിപ്ലവം കൊണ്ടുണ്ടായിട്ടുള്ള രണ്ട് നേട്ടങ്ങൾ അല്ലെങ്കിൽ സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അതിന്റെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ആൻസർ ഫോർ റിയേഷൻ rather than superstition, അല്ലെ? അന്ധവിശ്വാസങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. അതുപോലെ സയന്റിഫിക് റിസർച്ച് ത്രൂ ഒബ്സർവേഷണൽ എക്സ്പെരിമെന്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും രണ്ട് ആൻസറുകളാണ് അവിടെ പറയാനുള്ളത്. ദെൻ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടു ഇന്നോവേഷൻ ദ ഹെൽപ്ഡ് യൂറോപ്യൻസ് ഇൻവെന്റ് ന്യൂ ഷിപ്പിംഗ് മെത്തേഡ്സ് വാട്ട് ആർ ദേ? എന്തൊക്കെയാണ്? അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നോട്ട് വിവിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് സ്റ്റാർട്ട് ഡൊമസ്റ്റിക് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ ദ സൊസൈറ്റി ബ്രോട്ട് അബൌട്ട് ബൈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഓക്കെ, നമ്മളുടെ വ്യവസായിക വിപ്ലവം കൊണ്ടുവന്നിട്ടുള്ള സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വ്യവസായ വിപ്ലവം സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയാണ് നോക്കാം. സ്റ്റേറ്റ് ടു സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ദ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റി ബിക്കെയിം യുണീക്കൽ ആൻഡ് ദർ വേർ ടു ക്ലാസസ് ഓഫ് പീപ്പിൾ, അല്ലെ? ജനങ്ങൾ എന്താക്കി? രണ്ട് ക്ലാസ്സുകളാക്കി മാറ്റി എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് ആയിരുന്നു, അല്ലെ? മുതലാളിത്ത വ്യവസ്ഥയായിരുന്നു. രണ്ടാമത് വർക്കർ ആൻഡ് പ്രൊട്ടസ്റ്റേറ്റ്, അല്ലെ? ജോലിക്കാർ, അല്ലെ? അവർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകള് എന്നുള്ള രീതിയിലായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ടു സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ദ അമേരിക്കൻ റെവല്യൂഷൻസ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെയും അമേരിക്കൻ വിപ്ലവത്തിന്റെയും രണ്ട് സാമ്യതകളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെയും അമേരിക്കൻ വിപ്ലവത്തിന്റെയും രണ്ട് സാമ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ബോത്ത് എവല്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. ഓക്കെ, ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വിപ്ലവങ്ങളാണ് രണ്ടും. അതുപോലെ തന്നെ എന്താണ്? took a strong stand off against exploitation, അല്ലെ? നമ്മളെ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരെ അവകാശങ്ങൾക്ക് വേണ്ടി ഉള്ള പോരാട്ടങ്ങളാണ്, വിപ്ലവങ്ങളാണ് അമേരിക്കൻ വിപ്ലവങ്ങളായാലും ഫ്രഞ്ച് വിപ്ലവങ്ങളായാലും ഉണ്ടായിട്ടുള്ളത്. ദെൻ അതിന്റെ രണ്ടാമത്തെ സാമ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈക്കൻഡ് ആയിരുന്നു. അവൈക്കൻഡ് നാഷണലിസം ത്രൂഔട്ട് ദ വേൾഡ്, ലോകത്തെ ദേശീയ ബോധത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 7 ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ പറയുന്നത്. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കാം. ദ റഷ്യൻ റെവല്യൂഷൻസ് ഇൻസ്പയർഡ് സോഷ്യലിസ്റ്റ് തോട്ട്, എക്സ്പ്ലെയിൻ ലൈറ്റ്. ഓക്കെ, വളരെ ചുരുങ്ങിയ രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. എന്താണ് ക്വസ്റ്റ്യൻ? റഷ്യൻ വിപ്ലവം സോഷ്യലിസ്റ്റ് ചിന്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകി, അതിനുള്ള കാരണങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എന്താണ് നോക്കാം. The ideas of equality, liberality, freedom of speech and democracy during the French revolutions and the writing of Karl Marx enriched socialist ideas. നമ്മളുടെ സമത്വവും
ലിബറലിറ്റിയും അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ചും ഒക്കെ ജനങ്ങളുടെ ജനാധിപത്യ ആശയങ്ങൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ കാറൽ മാർക്സിന്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദ റഷ്യൻ റെവല്യൂഷൻസ് ഹെൽപ്ഡ് ബ്രിങ് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അണ്ടർ സ്റ്റേറ്റ് കൺട്രോൾ. ദിസ് റിസൾട്ടഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് എൻ society, all the influence of the people, and the Russian revolutions created a great awakening among the people, especially among the workers എന്നുള്ളതാണ്. ഓക്കെ, പ്രധാനമായിട്ടും ജോലിക്കാർക്കിടയിലെ ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിലെ പുതിയ നവോത്ഥാന ആശയങ്ങളെല്ലാം കൊണ്ടുവരികയും പുതിയ സോഷ്യലിസ്റ്റ് ആശയങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ്, 8 ക്വസ്റ്റ്യൻസുകളാണ് പ്രധാനമായിട്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ടുള്ളത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചോസ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ശരിയായ ഉത്തരങ്ങൾ ആൻസേഴ്സുകൾ കണ്ടെത്താനാണ് പറയുന്നത്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു ഡിസ്കവേർഡ് ദ സീ റൂട്ട് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗത്തെ കണ്ടെത്തിയത് ആരാണ്? ഓക്കെ, ഡിസ്കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്തുക എന്നുള്ളതാണ്, ഇൻവെന്റ് അല്ലെ. ഡിസ്കവർ ഇൻവെന്റിനുള്ള ഡിഫറൻസ് എന്താ? ഡിസ്കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത ഉള്ള ഒരു സ്ഥാനത്തെ വീണ്ടും കണ്ടെത്തുക എന്നുള്ളതാണ്. ഇൻവെന്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയൊരു കാര്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം ഹു ഡിസ്കവേർഡ് ദ സീ റൂട്ട് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗത്തെ കണ്ടെത്തിയത് ആരാണ്? ഇവിടെ ബാത്തോസ് ഡേസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ വാസ്കോ ഡ ഗാമ പറയുന്നുണ്ട്, കൊളംബസ് പറയുന്നുണ്ട്. നൺ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ശരിയായ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? വാസ്കോ ഡ ഗാമയായിരുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കാം. വിച്ച് ഓഫ് ദീസ് ഇസ് നോട്ട് ദ റിസൾട്ട് ഓഫ് നേവൽ ഇൻവെന്റേഷൻ എന്നുള്ളതാണ്. ഓക്കെ, എന്തെല്ലാം ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് നോക്കാം. ഒന്ന് കൊളോണിയലിസം ഓഫ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക, അതുപോലെ തന്നെ എക്സ്പാൻഷൻ ഓഫ് യൂറോപ്യൻ ട്രേഡ് അല്ലെ, യൂറോപ്യൻ വാണിജ്യം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായതാണോ? അതുപോലെ എക്കണോമിക് ഗ്രോത്ത് ഇൻ കോളനീസ്, ബിഗിനിങ് ഓഫ് സ്ലേവ് ട്രേഡ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ശരിയായ ആൻസറുകൾ എന്തൊക്കെയാണ്? എന്താണ് നോക്കാം. എക്കണോമിക് ഗ്രോത്ത് ഇൻ കോളനീസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന 4ാമത്തെ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് മോഡേൺ വേൾഡ് എന്ന് പറയുന്ന 3ാമത്തെ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഡേൺ വേൾഡ് 2 എന്ന് പറയുന്ന 4ാമത്തെ അധ്യായമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ്, സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസേഴ്സ് ആ രൂപത്തിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് ആൻസറുകൾ നൽകാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൃത്യമായി നിങ്ങൾ പറയുക. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ചാപ്റ്റർ 4 ആണ്, 4ാമത്തെ അധ്യായം. എന്താണ്? മോഡേൺ വേൾഡ് 2. ഓക്കെ, മോഡേൺ 1 നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ നമുക്ക് ഈ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഡേൺ വേൾഡ് 2 എന്ന് പറയുന്ന അധ്യായമാണ്. ഈ അധ്യായത്തിൽ ആദ്യമായി വാട്ട് 2 നാച്ചുറൽ റിസോഴ്സസ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്? ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ള വ്യവസായിക വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, എന്തെല്ലാം കാര്യങ്ങളാണ് അതിന്റെ ഉൽപ്പന്നങ്ങളാണ്, എന്തെല്ലാം റിസോഴ്സുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. കോൾ ആൻഡ് അയൺ അല്ലെ പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ഏറ്റവും കൂടുതൽ കാര്യമായിട്ടുണ്ടായിട്ടുള്ളതാണ് കോൾ ആൻഡ് അയൺ ആയിരുന്നു എന്നുള്ളതാണ്. ദെൻ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഡിഡ് ദ ഡെവലപ്മെന്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് മെർച്ചന്റ്? വ്യാപാരികൾക്ക് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും വികസിപ്പിക്കാനുള്ള കാര്യങ്ങളായത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡെവലപ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്ഡ് മെർച്ചന്റ്സ് റീച്ച് വൈഡർ മാർക്കറ്റ്സ് ആൻഡ് കോണ്ടാക്ട് ബിസിനസ് മോർ എഫിഷ്യന്റ്ലി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആൻസർ നൽകേണ്ടത്. ദെൻ വാട്ട് ഈസ് ദ റീസൺ ഫോർ എംപ്ലോയിങ് ചിൽഡ്രൻ ഇൻ കോൾ മൈൻസ് ആൻഡ് ഫാക്ടറീസ് എന്നുള്ളതാണ്. എന്താണ് കാര്യങ്ങളാണ്? അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻ വേർ എംപ്ലോയിഡ് ഇൻ കോൾ മൈൻസ് ആൻഡ് ഫാക്ടറീസ് ബിക്കോസ് ദേ വേർ ചീപ്പ് ലേബർ ആൻഡ് കുഡ് ഫിറ്റ് ഇൻ ടു സ്മോൾ ഡേഞ്ചറസ് സ്പേസസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് കൃത്യമായി നിങ്ങൾ നോക്കുക, മനസ്സിലാക്കുക. ഈ രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് പൊതുവെ ക്വസ്റ്റ്യൻസുകൾ വരാറുള്ളത്. ഇതുപോലത്തെ ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ ഏകദേശം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാമിൽ മുൻകഴിഞ്ഞ എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വാട്ട് മാർക്ക്ഡ് ദ
transition from a stable agricultural society to a modern industrial society. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ദ 18th century brought about is transition through invention, new technology and establishment of the factory system എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായി നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അതുപോലെ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The industrial revolution in the 18th century brought about this transition through invention, new technology and establishment of the factory system എന്നുള്ളതാണ്. അടുത്തതായിട്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? Who is credited with inventing the steam engine? ആരാണ് സ്റ്റീം എഞ്ചിൻ കണ്ടെത്തിയിട്ടുള്ളത്? ആരാണ്? നോക്കാം. ജെയിംസ് വാട്ട്. ഓക്കെ, ജെയിംസ് വാട്ട് is credited with inventing the steam engine in 1769, which played a pivotal role in powering the industrial revolution. വ്യവസായിക വിപ്ലവത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു എഞ്ചിനാണെന്ത്? നമ്മുടെ ആവി യന്ത്രം എന്ന് പറയുന്നത് അല്ലെ. ജെയിംസ് വാട്ടാണ് 1769 അദ്ദേഹം അത് കണ്ടെത്തുന്നത്. ഓക്കെ, അതിന്റെ ആ ഒരു കണ്ടെത്തലോട് കൂടി ഒരുപാട് യന്ത്രങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ, വ്യവസായിക വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വാസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്പിന്നിങ് ജെന്നി ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി? ഓക്കെ, നമ്മുടെ വ്യവസായിക വിപ്ലവ കാലത്ത് സ്പിന്നിങ് ജെന്നിയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ സ്പിന്നിങ് ജെന്നി ഇൻവെന്റഡ് ബൈ ദ ജെയിംസ് ഹാർഗ്രവീസ്. ജെയിംസ് ഹാർഗ്രവീസ് ആണ് നമ്മുടെ സ്പിന്നിങ് ജെന്നി കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അത് enabled the production of multiple spools of thread simultaneously, revolutionizing the textile industry എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതിന്റെ കൂടെ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വേർ ദ മെയിൻ ഫാക്ടർ ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ഇംഗ്ലണ്ട്സ് ഏർലി ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട്സ് ഏർലി ഇൻഡസ്ട്രിയലൈസേഷൻ വാസ് facilitated the geographical advantages, including its island location, abundant natural resources like coal and iron, and an extensive network of waterways എന്നുള്ളതാണ്. Then what was the primary motive behind the European imperialism? Okay, യൂറോപ്യൻ ഇംപീരിയലിസത്തിന്റെ പ്രധാനപ്പെട്ടുള്ള മോട്ടീവ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നു? The primary motive behind European imperialism was economic domination, driven by the need for new materials markets and investment opportunities for surplus capital എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. How did the imperialism impact in indigenous industries of colonized region എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. How did the imperialism impact the indigenous industries of colonized region എന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപീരിയലിസം led to the destruction of indigenous industries and colonies region as European powers exploited natural resources of and flooded the markets with their industrial goods, understanding local economics എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. നമ്മളുടെ എക്സാമിന് വരുന്നത് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാകുക. അതാണ് സാർ ഇവിടെ ഇംഗ്ലീഷിൽ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ തന്നെ അതിന്റെ കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുക, കമന്റിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. താങ്ക് യു ടു ഓൾ.